والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. സോഷ്യൽ മീഡിയയിലൂടെയുമുള്ള പ്രചരണത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഈ മണ്ണാർക്കാടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് നമ്മുടെ പ്രവർത്തകന്മാർ, അവരെ ഉൾക്കൊള്ളാൻ ഈ കമ്മ്യൂണിറ്റി ഹാള് തികച്ചും പര്യാപ്തമല്ല എന്നതുകൊണ്ട് ഇതിൻ്റെ പരിസരത്ത് ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് വരുന്ന വഴി ബ്ലോക്കായ ഒരു സാഹചര്യത്തിൽ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പരമാവധി കിഴക്ക് ഭാഗത്തേക്ക് മാറിക്കൊണ്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് കുറച്ച് ഒഴിവുണ്ട്, ആ ഭാഗത്തേക്ക് മാറി കടന്നു വരുന്ന വഴിയിൽ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാനൊരു സുദീർഘമായ പ്രസംഗം ഇവിടെ നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ അവരുടെ പ്രഭാഷണത്തിലൂടെ എന്താണ് നമുക്കിവിടെ പറയാനുള്ളത് എന്നതിൻ്റെ ഒരു മുഖവുര നമുക്ക് വരച്ചു കാണിച്ചു തന്നു. അത് വിശദമായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട സമദ് സാഹിബിനെ പോലുള്ള ആളുകൾ ഇവിടെയുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിൻ്റെ കീഴ്ഘടകങ്ങളുടെ നിലപാട് ഏതെങ്കിലും രാഷ്ട്രീയപരമായ ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമോ രാഷ്ട്രീയപരമായ വിജയത്തിൽ ആഹ്ലാദിക്കുകയോ ആ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ പേരിൽ ഇതര കക്ഷികളെ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന പദവിയോ പല്ലവിയോ പതിവോ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായി മണ്ണാർക്കാട് ഇലക്ഷന്റെ റിസൾട്ട് അറിഞ്ഞതിൻ്റെ പിറ്റേന്നാൾ ഒരുമിച്ച് കൂടാനുണ്ടായ സാഹചര്യം കേരളത്തിൽ നാളിത് വരെ കേട്ടതിനേക്കാൾ അപ്പുറത്തുള്ള ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സീമകൾ മുഴുവനും ലംഘിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ ചെയ്തിട്ടുള്ള പ്രസ്താവനയെ തുടർന്നുകൊണ്ടുണ്ടായ കേരളത്തിലെ ചലനങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും മണ്ണാർക്കാടിനെ കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുകയും അത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ കാരണമാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വർത്തമാനം പറയാൻ വേണ്ടി SKSSF ഈ വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് വളരെ എളിമയോടുകൂടി പറയാനുള്ളത്, നേരത്തെ ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദ് ഇടക്ക് അധ്യക്ഷ പ്രസംഗത്തിന്റെ ഒരു വരി കൂട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഷംസുദ്ദീനെ വോട്ട് ചെയ്യാൻ കാന്തപുരം വിഭാഗത്തിന്റെ ആളുകളും തയ്യാറായിട്ടുണ്ട് എന്ന്. കാന്തപുരത്തിന്റെ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഷംസുദ്ദീനെ അനുകൂലമായി വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ നിലപാടുകളെ ഉണ്ടെങ്കിൽ അതൊക്കെ കാലത്തെ വളരെ എളുപ്പത്തോടുകൂടി ആരെ പറ്റിയാണോ അവർ ആക്ഷേപിക്കുന്നത് ആ സ്ഥാനാർത്ഥികൾക്ക് ജയം. മണ്ണാർക്കാടിനെ സംബന്ധിച്ചുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചൊരു വിഷയത്തിന്റെ പേരിൽ അല്ല എന്ന് പറയാൻ കഴിയില്ല. ജനാബ് AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന, അദ്ദേഹം ആർക്കെതിരെ പറഞ്ഞാലും അവർ വിജയിച്ച പാരമ്പര്യമാണുള്ളത്. ഞങ്ങളിത് പറയുന്നത് കൊണ്ട് മറ്റൊരു ഉദ്ദേശവുമില്ല. നാരിയത്ത് സ്വലാത്ത് ചൊല്ലി, ഖുതുബിയത്ത് നടത്തി, ബദരീങ്ങളെ തവസ്സുലാക്കി, ഹറം ഷരീഫിൽ ചെന്ന് മദീന സിയാറത്തിൽ പ്രാർത്ഥന നടത്തി, എല്ലാ വിധത്തിലും മഹാന്മാരെ തവസ്സുൽ ചെയ്തുകൊണ്ടൊക്കെ ദുആ ചെയ്തിട്ടും മണ്ണാർക്കാട് ശംസു എന്തുകൊണ്ട് ജയിച്ചു?
എന്തുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറയുക വഴി കുത്തുബിയത്തിനെ ആരും നിരുത്സാഹപ്പെടുത്തണ്ട, നാരിയത്ത് സ്വലാത്തിനെ ആരും ചെറുതായി കാണണ്ട. എല്ലാ ദുആക്കും അല്ലാഹു ഉത്തരം തരും, എല്ലാ അമലുകൾക്കും അല്ലാഹു പ്രാർത്ഥന നൽകും. പക്ഷേ കാന്തപുരത്തിന്റെ ഇത്തരം അല്ലെങ്കിൽ അയാളുടെ ആളുകളുടെ ഇത്തരം പ്രാർത്ഥനകളും ഇത്തരം ആരാധനകളും പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ്. ഇതൊരു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, മുമ്പ് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മർക്കസിൽ ഓരോ വിദ്യാർത്ഥിയെ കൊണ്ടും 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിപ്പിച്ചവരാണ്. അതിൽ പങ്കെടുത്ത ആളായിരുന്നു പ്രിയപ്പെട്ട ഹസൻ സഖാഫിയും ഇസ്മായിൽ സഖാഫിയും ഒക്കെ. അന്ന് അവർ അത് പങ്കെടുത്തത് ഇന്ന് നമ്മോടവർ പറയുകയാണ്. അന്ന് 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയപ്പോഴേക്കും 80,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് തെരഞ്ഞെടുക്കപ്പെട്ടത് മഞ്ചേരി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ്. അത് കഴിഞ്ഞുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ നാടാകെ കുത്തിവെട്ട് നടത്തി, എല്ലാ പ്രദേശങ്ങളിലും ക്യാമ്പയിൻ ചെയ്ത് SSFന്റെ കൊടി പിടിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും വിവിധ പ്രാന്ത പ്രദേശങ്ങളിലൂടെ പ്രചണ്ഡമായ പ്രചരണം നടത്തി ഇന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം, ET മുഹമ്മദ് ബഷീർ മുജാഹിദാണ്, സീതി ഹാജ് മുജാഹിദാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കാന്തപുരം നാടാകെ പ്രചരണം നടത്തിയ ആ തെരഞ്ഞെടുപ്പിലാണ് അതുവരെ ഇല്ലാത്ത ചരിത്ര വിജയം, ചരിത്രത്തിലാദ്യമായി 19 സീറ്റുമായി മുസ്ലിം ലീഗ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെ അതിന്റെ ശേഷം പേര് പറയുന്ന പതിവ് കാന്തപുരം അങ്ങ് നിർത്തി. പിന്നെ ആൾക്ക് അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലാണ് കാന്തപുരം മണ്ണാർക്കാട്ടെ പ്രദേശം മാത്രമല്ല ശംസുദ്ദീന്റെ പേര് പറഞ്ഞ്, കേവലം ശംസുദ്ദീനെ എന്ന അർത്ഥത്തിലല്ല, ഒരു കൊലയാളി എന്ന വിധത്തിലാണ് ശംസുദ്ദീൻ അവതരിപ്പിച്ചത്. ആ വിധത്തിൽ പ്രചരണം നടത്തിയതോടുകൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലത്തിൽ 139 മണ്ഡലത്തിലും SKSFന്റെ പ്രവർത്തകന്മാർ ഈ ക്യാമ്പയിനെ സ്വീകരിച്ചിട്ടില്ല. ഒരു കാര്യത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ്, മണ്ണാർക്കാട്ട് തെരഞ്ഞെടുപ്പ് SKSFന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനത്തിന്റെ പ്രശ്നം തന്നെയായിരുന്നു. ഇത് ഞങ്ങൾ ഒരു കേവലം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായി കൊണ്ടല്ല കണ്ടത്. ഇത് ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമാണ്, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷമാണ്. ഇവിടെ ഒരു നിരപരാധിയായ മനുഷ്യനെ പച്ചക്ക് വേട്ടയാടാൻ SKSFന്റെ പ്രവർത്തകരുടെ ജീവനുള്ള കാലത്തോളം സമ്മതിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി കൊണ്ടാണ് മണ്ണാർക്കാട് ഈ ഘോടയിൽ ഞങ്ങൾ വെട്ടിത്തെളിഞ്ഞുകൊണ്ട് വിജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഇതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. ഞങ്ങളുടെ പല ഭാഗത്തും കോഴിക്കോട് ജില്ലയിലെ പല പ്രദേശത്തും നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ധാരാളം SKSFകാരാണ്. പക്ഷെ അവരോട് പോലും പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണെങ്കിലും കാന്തപുരത്തിന്റെ കുറച്ച് വോട്ടൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അവർ ഇടതുപക്ഷം ആണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് കിട്ടും, അതുകൊണ്ട് നിങ്ങളായി ഒരു പ്രചരണം നടത്തരുത്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരായ SKSFകാരോട് പോലും പറഞ്ഞു, പ്രധാനമായി രംഗത്തിറങ്ങേണ്ടത് തൊപ്പി വെച്ച യൂത്ത് ലീഗുകാർ ഇറങ്ങണ്ട, അല്ലാത്തവർ ഇറങ്ങിയാൽ മതി. തൊപ്പി വെച്ച യൂത്ത് ലീഗ് ഇറങ്ങിയാൽ മറുഭാഗത്തെ തലേക്കിട്ടിറങ്ങും, അതുകൊണ്ട് നമുക്ക് വലിയ ഭീഷണിയായി മാറും, കുറച്ച് വോട്ടൊക്കെ അവരുടേത് കിട്ടുമെന്ന് പറഞ്ഞ് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും പ്രാദേശിക തലത്തിൽ നേതാക്കന്മാർ യൂത്ത് ലീഗുകാരായ SKSFന്റെ പ്രവർത്തകന്മാരെ നിരുത്സാഹപ്പെടുത്തി. ഞങ്ങളായിക്കൊണ്ടൊരു വോട്ട് നഷ്ടപ്പെടണ്ടെന്ന് മനസ്സിലാക്കി SKSFന്റെ പ്രവർത്തകന്മാരും ഉള്ള വോട്ട് അവരുടെ പാർട്ടിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ലീഗിന്റെ ആളുകളുടെ അവർക്ക് ചെയ്യാൻ തീരുമാനിച്ചു, കോൺഗ്രസിന്റെ ആളുകളുടെ അവർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ വോട്ട് അവരുടെ പാർട്ടിക്ക് ചെയ്തു. സംഘടന ഒരു സെറ്റപ്പിലോ ഒരു ക്രിയാത്മകമായ ഇടപെടലിലോ ഒരു കാര്യത്തിലോ ഇടപെട്ടില്ല. കാരണം ഞങ്ങളായി ഇടപെട്ടുകൊണ്ട് പാർട്ടിക്കോ ഒരു പാർട്ടിക്കും ഒരു ക്ഷീണം വേണ്ട, ഞങ്ങളെ കൊണ്ട് മറുഭാഗം ഇളകി വരുമെന്നോർത്തുകൊണ്ട് ആരും ഭയപ്പെടേണ്ട. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തും 139 മണ്ഡലത്തിലും SKSFന്റെ പ്രവർത്തകന്മാരായ യൂത്ത് ലീഗിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ അതേപോലെ തന്നെ DYFIയുടെയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെയോ അവർ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ട് മറ്റൊരു വിഭാഗത്തെയും പ്രകോപിപ്പിക്കണ്ട എന്നായിരുന്നു ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ ചെയ്യും ഓരോ പാർട്ടിക്ക്. പക്ഷെ മണ്ണാർക്കാട് അങ്ങനെയല്ല. മണ്ണാർക്കാട് ഈ വിദ്വാൻ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ സ്ഥാനാർത്ഥി നട്ടല് നിവർത്തിയൊരു പ്രഖ്യാപനം നടത്തി. അതാണ് ശംസുദ്ദീനെ സംശുദ്ധിക്കാനായി ഏറ്റവും പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ശംസു പറഞ്ഞു,
അതിന്റെ പേരിലല്ല, ഞാനൊരു പീഡന കഥക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായി ഇനി 1000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഞാൻ ആ വൃത്തികേടിന് കൂട്ടുനിൽക്കില്ല എന്ന, കാന്തപുരത്തിന്റെ വൃത്തികെട്ട സമീപനത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന ശംസുദ്ദീന്റെ പ്രഖ്യാപനം ഏറ്റുപിടിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആളുകളായ SKSSF-കാർ അവരുടെ പാർട്ടിയിൽ സജീവമായത്. ആ സജീവമായതോടുകൂടി അവർ വളരെ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനം, ഞങ്ങൾ ആ കാര്യം വീക്ഷിച്ചു കൊണ്ടേയിരുന്നതാണ്. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വന്നവരല്ല. പക്ഷെ പ്രവർത്തകന്മാരെ ചടുലമാക്കുന്നതിൽ, ഓരോ പ്രവർത്തകന്മാരെയും ഓരോ ബൂത്തിൽ നിർത്തുന്നതിൽ ബഹുമാനപ്പെട്ട സമൂദ് സാഹിബും ഞാനുമൊക്കെ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ രംഗത്തല്ലെങ്കിലും അവർക്ക് ചില രാഷ്ട്രബോധവും അതോടൊപ്പം തന്നെ ചില സംഘടനാപരമായ സെറ്റപ്പും ഐക്യബോധവും ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി ഓരോ സമയവും ഇതിനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. അതോടൊപ്പം ആ രംഗത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ ഇടപെടലുകളും ആ കാര്യത്തിലുണ്ടായി. ശാസ്ത്രീയപരമായ പ്രവർത്തകന്മാരുടെ ഇടപെടൽ. എന്തുകൊണ്ടൊരു നിരപരാധിയെ കൊലപാതകിയാക്കാൻ കഴിയില്ല? ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ കാന്തപുരം തന്റെ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി ഒരു മനുഷ്യനെ ഇമ്മാതിരി വടക്കാക്കാൻ കഴിയില്ല. 5 കൊല്ലം നാട്ടിൽ നടത്തിയ പുരോഗതിയെ ഏതോ ഒരു കൊലപാതകത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഞാൻ കൊലപാതകത്തെ ചെറുതായി കാണുന്നില്ല, കൊലപാതകം വൻ പാഠം തന്നെയാണ്. കൊല്ലപ്പെട്ട വ്യക്തി ആരായിരുന്നാലും ആ വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരു കൊലപാതകത്തെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. പക്ഷെ ഇല്ലാത്ത കുറ്റം, കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ കൊലപാതകി എന്ന് വിളിക്കാൻ, അതിന്റെ അപ്പുറത്ത് 5 കൊല്ലം ആ MLA നടത്തിയ വികസനങ്ങളെ മുഴുവനും തച്ചു കെടുത്തിക്കൊണ്ട് കേവലം ഒരു ജനതയുടെ മനസ്സ് മുഴുവനും ഒരു കാലഘട്ടത്തിൽ മറവിട്ടുപോയ, മായ്ക്കപ്പെട്ടു പോയ, മനുഷ്യന്റെ മനസ്സിൽ കൊണ്ട് മായ്ക്കപ്പെട്ട ഒരു കൊലപാതകത്തെ കുത്തിപ്പൊക്കിക്കൊണ്ട് ആ മണ്ഡലവുമായി പോലും ബന്ധമില്ലാത്തതിന്റെ പേരിൽ ക്രൂശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കാന്തപുരത്തിന്റെ ഈ തട്ടിപ്പ്, മുടിയാട്ടക്കാരുടെ ഈ തട്ടിപ്പ്, ആ തട്ടിപ്പ് രാഷ്ട്രീയത്തിലും കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അത് മണ്ണാർക്കാട് ഞങ്ങളൊരു കൈയുമായി മറന്നുകൊണ്ട് ഒന്ന് മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളുടെ പേരിൽ SKSSF-ന്റെ പ്രവർത്തകന്മാർ ഒന്നാഞ്ഞു പിടിച്ചിട്ടുണ്ട് എന്ന കാര്യം ശരി തന്നെയാണ്. ആ നില അതിന്റെ വിജയം കണ്ടെത്തുക തന്നെ ചെയ്തു. ഇത് രാഷ്ട്രീയപരമായ ഒരു പാർട്ടിയെ വിജയിപ്പിച്ചതോ മറ്റൊരു പാർട്ടിയെ പരാജയപ്പെടുത്തിയതോ അല്ല. അഹ്ലു സുന്നത്ത് വ ജമാഅത്തിന്റെ പേരിൽ ഒരു നാടിൽ പ്രശ്നമുണ്ടാക്കാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് രാഷ്ട്രീയത്തെ കുട്ടിച്ചോറാക്കാൻ ഒരു പണ്ഡിത വേഷധാരി തയ്യാറായാൽ അതിനെ പ്രതിരോധിക്കുക എന്ന കടമ മാത്രമാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ആ കാരണം തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ എന്തിനാണ് ഈ പണ്ഡിതന്മാർ ഇടപെടേണ്ട കാര്യം? മഹാനായ ശംസുലമ കഴിഞ്ഞുപോയി, മഹാനായ കണ്യത്ത് ഉസ്താദ് കഴിഞ്ഞുപോയി, മഹാനായ ചെറുശ്ശേരി ഉസ്താദ് കഴിഞ്ഞുപോയി. ഈ മഹാന്മാരാരും ഓരോരോ കാലഘട്ടങ്ങളിൽ വരുന്ന സന്ദർഭത്തിലും അതത് പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഭരണത്തിൽ ഇസ്ലാമിക വിരുദ്ധ നിലപാട്. ശരീഅത്ത് വിവാദക്കാലം ഇവിടെ കഴിഞ്ഞുപോയി. ശരീഅത്ത് വിവാദക്കാലം ഇവിടെ കൊടുമ്പിരി കൊണ്ടിട്ട് പോലും ആ സമയത്ത് മുസ്ലിം സമുദായത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടമാകുന്ന കോൺഗ്രസിന്റെ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നിട്ട് എങ്കിൽ പോലും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയോ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളോ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അവരെ പരാജയപ്പെടുത്തണമെന്ന പ്രസ്താവന കൊടുത്തിട്ടില്ല. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ കാന്തപുരത്തിന്റെ കോലം കത്തിക്കുന്നു എന്ന പേടിയാണ് ചില ആളുകൾക്ക്. കാന്തപുരത്തിന്റെ കോലമുണ്ടാക്കുന്നു, ആ കോലം കത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കോലമുണ്ടാക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട നാട്യവിസ്താരം ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ, അഥവാ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കത്തിച്ചു കളയണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ കോലമുണ്ടാക്കേണ്ട സമസ്തയുടെ ലൈൻ അല്ല, സമസ്തയുടെ ലൈൻ അതിൽ പെട്ടതല്ല. കോലമുണ്ടാക്കലോ അല്ലെങ്കിൽ അയാളുടെ പേരിൽ തെറിയഭിഷേകം ചെയ്യലോ നമ്മുടെ ലൈനല്ല. പക്ഷെ അതിലേക്ക് ആരാണ് കൊണ്ടുപോയിട്ടുള്ളത്? രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന് നിലപാടെടുക്കുന്നുണ്ട്. എന്നാൽ മതപണ്ഡിതന്മാർ അവരിയ്ക്കുന്ന കസേരയിൽ ഇരുന്നാൽ ഒരു രാഷ്ട്രീയക്കാരും നമ്മുടെ കോലം കത്തിക്കില്ല. എല്ലാ രാഷ്ട്രബോധത്തോടു കൂടിയല്ലേ രാഷ്ട്രീയത്തിന്റെ അതത് കാലഘട്ടത്തിലെ നിലപാടുകളെ ശംസുലമ പ്രതിരോധിച്ചത്. ഓരോ ആളുകളോട് പോലും പ്രതിഷേധിക്കേണ്ട വിധത്തിൽ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പ്രതിഷേധിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് പ്രതിഷേധിച്ചിട്ടില്ലേ?
ഇന്നുള്ള സമസ്തയുടെ നേതൃത്വം അതാത് ഘട്ടങ്ങളിൽ സമസ്ത വിരുദ്ധ, ശരീഅത്ത് വിരുദ്ധ, മതവിരുദ്ധ നിലപാടുകൾ ആരൊക്കെ സ്വീകരിച്ചോ അന്നൊക്കെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. സമരം ചെയ്യേണ്ട സമയത്ത് സമരം ചെയ്തിട്ടുണ്ട്. അത് മാന്യതയുടെ സീമക്കകത്തു നിന്നുകൊണ്ട് അത് ആ നിലപാട് സ്വീകരിച്ചതിന് പേരിൽ ഇന്ന് ഒരു പണ്ഡിതന്റെയും കോലം ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരും കണ്ടിച്ചിട്ടില്ല, ഒരാളുടെയും കോലം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ നിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് പച്ചക്ക് ഇറങ്ങി വന്നുകൊണ്ട് രാഷ്ട്രീയക്കാരൻ ചെയ്യാൻ പോലും മടിക്കുന്ന തറപ്പണി ചെയ്യാൻ പണ്ഡിത വേഷധാരി തയ്യാറായാൽ അതിന് മറ്റു രാഷ്ട്രീയക്കാർ, മറ്റു ആളുകൾ കോലമുണ്ടാക്കുകയോ കത്തിക്കുകയോ പടക്കം പൊട്ടിക്കുകയോ പലതും ചെയ്യും. അതിന്റെ കുറ്റവാളി അതിന്റെ കാരണക്കാരനാണ്, അതിന്റെ നിമിത്തക്കാരനാണ്. അവരതിൽ കൊണ്ട് പിന്തിരിക അല്ലാതെ മറ്റൊരു വഴിയും അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ കോലം ഇന്ന് വരെ കത്തിക്കാൻ ഒരാളും തയ്യാറായിട്ടില്ല. അതിനുവേണ്ടി ഒരാളും, ഒരു പ്രവർത്തനക്കാരന്മാരെ പോലും ആർക്കും വിമർശിക്കപ്പെടാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ മാന്യമായിക്കൊണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, തെരഞ്ഞെടുപ്പുകൾ മാറി മാറിക്കൊണ്ടുവരും. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വരുന്ന സമയത്ത് രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ മൂക്കുമുനയിലെത്തുമ്പോ അവിടെ ഇന്നാളെ ജയിപ്പിക്കണം, ഇന്നാളെ പരാജയപ്പെടുത്തണം എന്ന് പറയേണ്ട പണി പണ്ഡിതന്മാർക്ക് എന്താ? കേരളത്തിൽ 2 മതാധ്യക്ഷന്മാരെ, 2 മത നേതാക്കന്മാരെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ. ഒന്ന് വെള്ളാപ്പള്ളി നടേശനെയും മറ്റൊന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും. രണ്ടാളെയും ഒന്നിച്ചു കെട്ടിയാൽ ഒന്നിച്ചു കൂട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള ചേലും കോലുമാണ്. അതുകൊണ്ട് അവർ ചെയ്യേണ്ട പണി, ആ പണി രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് അവർ ചെയ്യുമ്പോ രാഷ്ട്രീയ വിമർശനം നേരിടും. ആ വിമർശനത്തിന്റെ പേരിൽ പണ്ഡിതനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും മുറവിളി കൂട്ടണ്ട. പണ്ഡിതന്റെ പണിയെടുത്താൽ ജനങ്ങൾ അവരെ ബഹുമാനിക്കും, ജനങ്ങൾ അവരെ ആദരിക്കും. പണ്ഡിതൻ തറപ്പണിയെടുത്താൽ തറയിൽ നിന്നുകൊണ്ട് പ്രതിഷേധം കേൾക്കേണ്ടി വരും. ആ പ്രതിഷേധം ഓരോരുത്തരും ചെയ്യുന്ന അവനവന്റെ പണി കൊണ്ട് തന്നെയാണ്. വെള്ളം കുടിക്കുന്നത് ഉപ്പ് തിന്നതിന്റെ ശേഷമാണ്. അതുകൊണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. അതിന്റെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ ആരും മുന്നോട്ട് വരേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ സമുദായത്തെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ 4 അയലത്തേക്ക് പോലും വോട്ട് ബാങ്ക് കാന്തപുരം സുന്നിക്കില്ല ഇല്ല എന്ന് ആർക്കറിഞ്ഞുകൂടാത്തത്? പക്ഷേ ഇന്ന് വരെ ഒരു വോട്ട് ബാങ്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ അരമനയിൽ കയറണം എന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ടോ? ഞാൻ രാഷ്ട്രീയക്കാരോട് പറയുന്നത്, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും CPM-ന്റെയും ഒക്കെ ഞാൻ അവരോടൊക്കെ പറയുന്നു, എന്തിന്റെ പേരിലാണ്? ചില ആളുകളുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാന്തപുരത്തിന്റെയോ മതാധീശന്മാരുടെ വീട്ടുപടിക്കൽ കയറിയതായി അറിവില്ല. ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ കാന്തപുരത്തിന്റെ ദർബാറിൽ ചെല്ലുന്നു, അദ്ദേഹത്തോട് സംസാരിക്കുന്നു. വോട്ടുണ്ടെന്നാണ് അവരുടെ ധാരണ. എന്തുകൊണ്ട് ചെറുശ്ശേരി ഉസ്താദിന്റെ വീട്ടിൽ വരുന്നില്ല ഞങ്ങൾ പരാതിയില്ല. കാരണം ഞങ്ങളുടെ വോട്ട് വെച്ച് ഇന്ന് വരെ വിലപേശൽ ഞങ്ങൾ നടത്തിയിട്ടില്ല. വിലപേശൽ നടത്തിയാൽ വിജയിക്കാത്തത് കൊണ്ടോ പറഞ്ഞതനുസരിക്കാൻ അണികളില്ലാത്തത് കൊണ്ടോ അല്ല. ബഹുമാനപ്പെട്ട മഹാനായ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തിയാൽ, മുശാവറ തീരുമാനമെടുത്താൽ അറിയാമല്ലോ, ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ അനുസരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ എന്തുകൊണ്ട് സമസ്തയെ അണികൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത പ്രഖ്യാപനം സമസ്ത ഇന്നേ വരെ നടത്തിയിട്ടില്ല. മതം പറയൽ, ദീൻ പഠിപ്പിക്കൽ, ഔഹ്റവിയായ ആളുകളെ വാർത്തെടുക്കൽ, പരലോകത്തേക്ക് രക്ഷയുടെ വഴി ഏതാണെന്ന് കാണിച്ചു കൊടുക്കൽ, അതാണ് മതപണ്ഡിതന്മാരുടെ, മതസംഘടനകളുടെ പണി. അതാണ് മദ്രസകളുടെ പണി, അതാണ് പള്ളികളുടെ പണി. അതിലപ്പുറത്തിറങ്ങി വന്നുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ മുന്നോട്ട് വന്നാൽ അത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും, അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കേണ്ട പണിക്കനുസരിച്ച് കൊണ്ടുള്ള പ്രതിക്രിയയാണ് ഇന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറം നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉത്ബുദ്ധരാവാൻ സാധിക്കണം. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ ഉത്ബുദ്ധരാവണം. നമ്മൾ രാഷ്ട്രീയത്തിന്റെ ഒരു മേഖലയിലും രാഷ്ട്രീയ പ്രവർത്തകന്മാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, രാഷ്ട്രീയ നേതൃത്വത്തോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ മുസ്ലിം പ്രവർത്തകന്മാരായ നിങ്ങളുടെ യുവാക്കൾ നിങ്ങളുടെ മതസംഘടന SKSSF-ഉം SYS-ഉം ആക്കാൻ ശ്രമിക്കണം. അങ്ങനെ ആയാൽ അതത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ കിട്ടും. ഞങ്ങളുടെ പ്രവർത്തനം വേറെയാണ്, SKSF-ന്റെ പണി വേറെയാണ്, SYS-ന്റെ പണി വേറെയാണ്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ ആളുകളെ നിർബന്ധിക്കലോ ഇന്ന സ്ഥാനാർത്ഥിക്ക് പോകണം എന്ന് പറയലോ അല്ല. ഓരോ പാർട്ടി പ്രവർത്തകന്മാരും അതത് പാർട്ടിയിൽ സജീവമാകണമെന്നുണ്ടെങ്കിൽ, അവരുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ
അവരുടെ മതസംഘടന സമസ്തയാവണം, അവരുടെ മതസംഘടന SKSF ആകണം. കാരണം SKSF SYS ഒന്നും ഇന്നവരെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു തെരഞ്ഞെടുപ്പിലും ആരെയും പരാജയപ്പെടുത്താനും ആരെയും വിജയിപ്പിക്കാനും വേണ്ടി പറയാറില്ല. അത് പറയാത്തത് കൊണ്ടാണ് സമസ്തയെ ജനം സ്വീകരിക്കുന്നത്. ആ സ്വീകാര്യത ഈ സമൂഹത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുടരുക തന്നെയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലുള്ളത്. അല്ലാത്ത കാലത്തോളം ഈ സമൂഹത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നവരാരോ അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രചണ്ഡമായിരിക്കുന്ന പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രചരണവും പ്രവർത്തനങ്ങളും ആരാണ് കരുതിക്കൂട്ടി ഉണ്ടാക്കിയത്, അവരാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ഞങ്ങൾക്ക് അവസാനമായി ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നിട്ടുള്ള കൊലപാതകം എന്ന് പറഞ്ഞ വിഷയം, ആ വിഷയം എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന്റെ കൊലയാളികളെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ആ കൊലയാളികളെ ശിക്ഷിക്കപ്പെടുന്നതിന് പകരം അതിന്റെ പേരിൽ നാടാകെ ഒരു പ്രശ്നത്തെ ഉണ്ടാക്കി തീർത്ത് വിഭാഗീയത സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ആരായിരുന്നാലും ശരി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇപ്പൊ ചില ആളുകളെ പറഞ്ഞു LDF വരും, എല്ലാം ശരിയാകും. അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചിലർ പറയുന്നു കൊലപാതകത്തിന്റെ പ്രതികളെ കൊണ്ടുവരും. കൊലപാതകത്തിന്റെ പ്രതികളെ പിടിക്കട്ടെ. ഇത് മാത്രമല്ല, ഒരുപാട് പ്രതികളെ പിടിക്കട്ടെ. ആ പ്രതികളൊക്കെ പിടിക്കുന്നതിന്റെ പേരിൽ ഇല്ലാത്ത പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകൾ മനഞ്ഞുണ്ടാക്കി ചില പണ്ഡിത വേഷധാരികളുടെ സിമ്പതി പിടിച്ചു പറ്റാനാണ് കടന്നു വന്ന ഗവൺമെന്റിന്റെ ശ്രമമെങ്കിൽ അതിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. നിരപരാധികളെ ക്രൂശിക്കാൻ പാടില്ല. ഇതുപോലുള്ള കപട നാടകന്മാരെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും എല്ലാ സ്ഥാനാർത്ഥികളെയും വിളിച്ചിട്ട് കാന്തപുരത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. കേരളത്തിൽ 140 മണ്ഡലത്തിലും 2-3 മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. 1-2 മണ്ഡലം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു, അത് UDF-നാണ്, അതിലൊരു മണ്ഡലം നിങ്ങളാണ് എന്ന് പറഞ്ഞത് 24 മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളോടുമാണ്. എല്ലാവരോടും പറഞ്ഞു. ഞാൻ ഒരുവിധം ഫോണിൽ കിട്ടാവുന്ന സ്ഥാനാർത്ഥികളൊക്കെ വിളിച്ചു നോക്കി. അവരൊക്കെ പറയുന്ന എന്നോട് കാന്തപുരം തെരഞ്ഞെടുപ്പിന്റെ 2-3 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മണ്ഡലത്തിലെ വോട്ട് നിങ്ങൾക്കാണ്, ബാക്കി എല്ലാ 139 മണ്ഡലത്തിലും LDF-നാണ്, ഈ മണ്ഡലത്തിൽ മാത്രം നിങ്ങൾക്കാണ്. അങ്ങനെ എല്ലാ MLA-മാരും വിചാരിച്ചു ഞങ്ങൾക്കായിരിക്കും, ഞങ്ങൾക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കി. ഈ നാടകം ഇതിന്റെ മുമ്പേ ഇവർ പയറ്റിയതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെന്റ് അല്ല അതിന് മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കാന്തപുരത്തിന്റെ വലങ്കയ്യായ ഹുസൈൻ രണ്ടത്താണി തന്നെ മത്സരിച്ച പൊന്നാനിയിൽ ആ തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥി കോഴിക്കോട്ട് പാർലമെന്റിൽ വിജയിച്ചത് രാഘവൻ MP-യാണ്. MK രാഘവൻ ഒരു കത്ത് നേരെ മായനാജിക്ക് കൈമാറി. മായനാജ് വായിച്ചു നോക്കുന്ന സമയത്ത് കാന്തപുരം എഴുതി ഒപ്പിട്ട സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട കത്താണ്. അത് മർക്കസിന്റെ അതിമനോഹരമായിരിക്കുന്ന ലെറ്റർ ഹെഡാണ്. അതിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ഞങ്ങളുടെ സുന്നി പ്രവർത്തകന്മാർ അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് മനസ്സിനനുസരിച്ച് കൊണ്ടാണ് നിങ്ങളുടെ വിജയം. നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു, എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. സുന്നി പ്രവർത്തകന്മാരെ നിങ്ങൾ പരിഗണിക്കണം എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒപ്പ്. MK രാഘവന് കിട്ടിയ കത്താണ്. അത് മായനാജ് വായിച്ചു. കുറച്ച് കഴിഞ്ഞ സന്ദർഭത്തിൽ E.T. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഫോൺ വന്നു. ബഷീർ സാഹിബും പറയുന്നു എനിക്കും കിട്ടി അതേപോലത്തുള്ളൊരു കത്ത്. ബഷീറിന് കിട്ടിയ അതൊരു കത്ത് നോക്കുന്ന സന്ദർഭത്തിൽ മൊത്തം ഇയാൾ 41 കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 41 കത്ത് എന്തിനാ? 20 മണ്ഡലത്തിലെയും UDF LDF ജയിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ, പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥിയെ കീറിക്കളയാം, ജയിക്കുന്നവർക്ക് കൊടുക്കാം. 41 എന്തിനാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് പാർലമെന്റിൽ രാജഗോപാലൻ ജയിച്ചേക്കുമോ എന്ന് മനസ്സിലാക്കി 41 എഴുതി വെച്ചിട്ടുണ്ട്. ഈ വിധത്തിലുള്ള നാട്യം, ഈ നാടകമാണ് കാന്തപുരം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും T. സിദ്ദീഖിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, തെരഞ്ഞെടുപ്പിൽ മർക്കസ് ഉള്ള സ്ഥലമാണ് കുന്നമംഗലം, അതുകൊണ്ട് സിദ്ദീഖ് നിങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ നിങ്ങൾക്ക് അനുകൂലമായ വോട്ട് ചെയ്യുക. എന്നാൽ PTR റഹീമുമായുള്ള എല്ലാ നാടകവും കഴിഞ്ഞിട്ടുണ്ട്. പച്ചക്ക് T. സിദ്ദീഖിനെ വിളിച്ചു പറയുന്നു നിങ്ങളെ പിന്തുണക്കും. ആ രൂപത്തിൽ പണ്ഡിതൻ കളിച്ചിട്ടുള്ള ഈ നാട്യമുണ്ടല്ലോ, അത് രാഷ്ട്രീയക്കാർ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ SKSF-ന്റെ പ്രവർത്തകന്മാരും സമസ്തയുടെ പ്രവർത്തകരും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു, നേരത്തെ തന്നെ പ്രകടനം നടത്തിയത്. ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇയാളെ വിശ്വസിക്കാൻ കഴിയില്ല, ഇയാൾ ഒരു പണ്ഡിതൻ നിരക്കുന്ന പണിയല്ല ചെയ്യുന്നത്,
ഇയാൾ ഒരു മതപണ്ഡിത സഭയുടെ അധ്യക്ഷനോ നേതാവോ ആവാൻ പറ്റുന്ന ആളല്ല. ഇയാൾ രാഷ്ട്രീയത്തെക്കാളും തറയിലേക്ക് വരുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ അന്നേ പറഞ്ഞ കാര്യം തിരിച്ചറിയാൻ പലർക്കും വൈകിപ്പോയെങ്കിലും മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിനെ തുടർന്നുകൊണ്ട് പ്രിയപ്പെട്ട ശംസുദ്ദീനും മുസ്ലിം ലീഗിനും UDF-നുമുള്ള തിരിച്ചറിവ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ടായിരുന്നുവെങ്കിൽ കാന്തപുരം എന്ന് പറയുന്ന ആ ഫാക്ടറിന്റെ ശൂന്യത, ആ ഒരു വട്ടപൂജ്യം കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും. ആ സമയത്തും ഇയാളിൽ എന്തോ വോട്ട് വേങ്കുണ്ടെന്ന് മനസ്സിലാക്കി, ഇയാൾ എന്തോ ജാലവിദ്യക്കാരനാണെന്ന് മനസ്സിലാക്കി, പറയേണ്ടത് പറയാൻ നട്ടല് നിവർത്താതിരുന്നാൽ, ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടാതിരുന്നാൽ, മഹല്ലുകളെ പിടിച്ചടക്കാൻ വരുന്ന സമയത്ത് അത് നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും നിലകൊള്ളാതിരുന്നാൽ, കാന്തപുരം എന്തോ ജലദോഷത്തിന് പനിച്ചേക്കുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിണ്ടാതിരുന്നാൽ ഉള്ളതും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. ശംസുദിച്ചതുപോലെ കമറസ്തമിക്കുന്നത് പോലെ കേരളം മുഴുവനും ഉദിച്ചുയരാൻ പോകുന്ന ചരിത്രമാണ് ഈ മണ്ണാർക്കാട് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ കേരളത്തിന് മുഴുവൻ കാണിച്ചുള്ള നിങ്ങളുടെ പാഠത്തിൽ ഇവിടുത്തെ മണ്ണാർക്കാട് മുഴുവൻ വോട്ടർമാരെയും ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടില്ല, ഞങ്ങൾ അറിയുന്നിടത്തോളം ഈ നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ, ഈ ബാത്തുലിനെ പരാജയപ്പെടുത്താനും കപടനാട്യത്തെ പരാജയപ്പെടുത്താനുമുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ പോലും പിന്തുണ കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട ശംസുദ്ദീൻ എന്ന് പറയുന്ന സത്യത്തിന്റെ പ്രതീകാത്മകതക്ക്. അതുകൊണ്ട് അവരെ മുഴുവൻ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങൾക്കും ഒരു പാഠമാവട്ടെ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്കൊരു പാഠമാവട്ടെ. SKSSF-ഉം SYS-ഉം ഒന്നാഞ്ഞു വീശിയാൽ, ഒന്ന് വേണ്ടതും സ്ക്വാഡ് വർക്ക് നടത്തിയാൽ ഇത് തെരഞ്ഞെടുപ്പിന്റെ ഈ ഭൂരിപക്ഷം മാത്രമല്ല, 10,000-കണക്കിന് ആളുകളാണ് നിരത്തിക്കൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ രാഷ്ട്രീയപരമായി കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ രൂപത്തിലല്ലാതെ മറിച്ച് ഹക്കിനെതിരെ വരുന്നവരെ പരാജയപ്പെടുത്താൻ, സത്യത്തിന്റെ നീതിക്കെയും ശബ്ദിക്കാൻ വേണ്ടി SKSF ഉണ്ടാകും, സുന്നി പ്രവർത്തകന്മാരുണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.